നമസ്കാരം. ഒരു ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഡോക്ടറെ സജസ്റ്റ് ചെയ്യുക ഒരു ബയോപ്സിയാണ്. അപ്പോൾ ബയോപ്സി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഒരു കൺവെൻഷണൽ സൈറ്റോളജി, അതായത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെങ്കിൽ FNAC. വേറെ ഒന്ന് കോർ ബയോപ്സി എന്ന് പറയും. ഈ FNAC എന്ന് പറയുമ്പം സാധാരണ ഉള്ളൊരു നീഡിൽ ഉപയോഗിച്ചിട്ട് ആ ട്യൂമറിൽ നിന്ന് നമ്മൾ കോശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സെൽസ് നമ്മൾ എടുക്കുകയും ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യും. അതുവഴി അത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെങ്കിൽ FNAC. പിന്നെ ഉള്ള ഒരു ടെസ്റ്റാണ് കോർ ബയോപ്സി. കോർ ബയോപ്സി എന്ന് പറയുമ്പം ഇതുപോലൊരു ഗൺ, അതായത് ട്രൂ കട്ട് ബയോപ്സി ചെയ്യുന്ന ഒരു നീഡിൽ, ഈ നീഡിൽ ഉപയോഗിച്ചാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നത്. ഈ കോർ നീഡിൽ ബയോപ്സി ആയാലും FNAC ആയാലും രണ്ടും നമുക്ക് ഓഫീസ് പ്രൊസീജിയറായിട്ട് ചെയ്യാവുന്നതാണ്. FNAC അപേക്ഷിച്ച് കോർ നീഡിൽ ബയോപ്സിയുടെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ട്യൂമറിൻ്റെ ബയോളജി പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസർ 4 വിധമുണ്ട്. അത് ഏത് ടൈപ്പാണെന്നും ചില രോഗികൾക്കാണെങ്കിൽ ആദ്യം കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലേക്ക് വരിക, സർജറി എന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് അറിയാൻ എപ്പോഴും ഒരു കോർ നീഡിൽ ബയോപ്സി ആയിരിക്കും ബെറ്റർ. ട്യൂമറിൻ്റെ ബയോളജി ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഡിസിഷനിൽ കുറച്ചുകൂടെ എളുപ്പം കാര്യങ്ങൾ തീരുമാനമെടുക്കാനും എളുപ്പം കോർ നീഡിൽ ബയോപ്സി.